ജോലിയിലുള്ള പലരുടെയും ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്താണെന്നറിയോ? പിയർ ലെവലിലുള്ള എല്ലാവരും ശത്രുക്കളാണെന്നുള്ള വിചാരം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലിക്ക് ചെന്നപ്പോൾ എന്നെ ഇൻഡക്ട് ചെയ്യാൻ മാനേജർ ഏൽപ്പിച്ചത് പിയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യനെയാണ്. മാനേജർ ആദ്യം ഇവനോട് പറഞ്ഞായിരുന്നു 5 ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് അടുത്ത ആഴ്ച എനിക്ക് ഖത്തറിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇവനാണെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് ഗൈഡ്ലൈനും ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റും തന്നിട്ട് പറഞ്ഞു വായിച്ചോളാൻ. എനിക്കാണെങ്കിൽ മാർക്കറ്റിംഗ് എന്നാന്ന് പോയിട്ട് CC ഇമെയിൽസ് വന്നാൽ റിപ്ലൈ ടു ഓൾ ആണ് കൊടുക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സമയമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും എനിക്കൊന്ന് പറഞ്ഞു തരുമോ? 24 മണിക്കൂർ ഇവനൊരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പറയും ഞാൻ ഭയങ്കര തിരക്കാണ് ഇച്ചിരി കഴിയട്ടെ എന്ന്. 5-ാം ദിവസം മാനേജർ വന്ന് ചോദിച്ചു എന്തായിരുന്നു? അപ്പോൾ ഇവൻ പറയാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അവിടെ ചെന്ന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളും. ആദ്യത്തെ വീക്ക് തന്നെ എങ്ങനെ കൊളീഗിനെ കുറിച്ച് കുറ്റം പറയുന്നതെന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഖത്തറിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇവൻ്റെ റോള് എൻ്റെ ഒത്തിരി ഹെൽപ്പ് വേണ്ടതാണെന്ന്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓരോ ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇവൻ എന്നോട് ചെയ്ത പോലെ ഞാൻ തിരിച്ച് ചെയ്താൽ ഇവനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ള എൻ്റെ എത്തിക്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഒത്തിരി ഹെൽപ്പും ചെയ്തു. പക്ഷേ ഇവൻ ഒരു മാറ്റം ഉണ്ടായില്ല. നമ്മൾ എന്ത് സഹായം ചോദിച്ചാലും ഒന്നും ചെയ്തു തരത്തില്ല. ലാസ്റ്റ് ഇങ്ങനെ പോയാൽ നമുക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഇവനെ ഞാൻ ഫുള്ളി ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവനൊന്ന് ഒതുങ്ങി നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. സോ റിമെമ്പർ ബീയിങ് എത്തിക്കൽ ഈസ് ഇമ്പോർട്ടന്റ് ബട്ട് സെറ്റിംഗ് ബൗണ്ടറി ഈസ് മാൻഡേറ്ററി. ഇഫ് യു പ്ലേ ടു നൈസ് ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ് പീപ്പിൾ വിൽ വാക്ക് ഓൾ ഓവർ യു.